െങ്കിലും ഈ ഒരു അവസ്ഥ നിലനിൽക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇത് പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ഒരു 10:30 മുതൽ 3:30 വരെയുള്ള സമയത്ത് തുടർച്ചയായിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഈ പണിയെടുക്കുന്നവരും അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവർമാർ, ട്രാഫിക് പോലീസുകാർ, ഗിഗ് വർക്കേഴ്സ്, അതായത് സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള ഡെലിവറി ബോയ്സ്, അവരൊക്കെ ആഭരണങ്ങൾ ധരിച്ച് ബൈക്കിൽ പോകാം. പക്ഷെ തുടർച്ചയായിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവർക്ക് തുടർച്ചയായിട്ട് വെയിലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ ട്രാഫിക് സിഗ്നലിന്റെ അടുത്തൊക്കെ കുറെ നേരം നിൽക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ആവരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ സംഭവിക്കുന്ന പോലെ ഈ സൂര്യാതപം മൂലമുള്ള പൊള്ളലേൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് മാത്രവുമല്ല, ഇപ്പൊ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ടാണ് പലരും പോകുന്നത്. അപ്പോ ശരീരത്തിന്റെ ചൂട് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരിടത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് വിയർക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ തീരദേശത്ത് കണ്ടുവരുന്നത്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കൂടി വരുന്നുണ്ട്. ഹ്യൂമിഡിറ്റി 85-90 വരുന്നുണ്ട്. അപ്പോൾ ഉഷ്ണത്തിന്റെ ആഘാതം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സൂര്യാതപം എന്ന് പറയുന്നത് തൊലിപ്പുറമേ ഉണ്ടാകുന്ന പൊള്ളലാണ്. പക്ഷെ സൂര്യാഘാതം എന്ന് പറയുന്നത് ശരീരത്തിന്റെ താപം ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ട് അവയവങ്ങൾ ഓരോന്നായിട്ട് നിഷ്ക്രിയമാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ സൂര്യാഘാതം വളരെ കുറച്ച് മാത്രമേ കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. സൂര്യാതപമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ. അതായത് ഉയരം കൂടിയ സ്ഥലങ്ങളിലാണ് പെട്ടെന്ന് സൂര്യാതപം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത. സൂര്യന്റെ കിരണങ്ങൾ, UV കിരണങ്ങൾ വന്ന് തൊലിപ്പുറമേ ഉണ്ടാകുന്ന പൊള്ളലാണ്. അതുപോലെ തന്നെ ഈ ജലാശയങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോഴും സൂക്ഷിക്കണം. കാരണം ഈ സൂര്യാതപത്തിന്റെ തീവ്രത കൂടും. കാരണം ഈ ജലാശയങ്ങളിൽ നിന്നും പ്രതിഫലിക്കുന്ന രശ്മികള്, പിന്നെ നേരിട്ട് പതിക്കുന്ന രശ്മികള്, ഇവ രണ്ടും കൂടി സൂര്യാതപത്തിന്റെ ആഘാതം കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കട്ടി കുറഞ്ഞ പരുത്തി വസ്ത്രം, കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. വായു കടക്കുന്ന രീതിയിൽ ഇറുകിപ്പിടിച്ച വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. കേരളീയ വേഷവിധാനമാണ് ഏറ്റവും നല്ലത്. മുണ്ട് ഏറ്റവും നല്ല ഒരു വസ്ത്രമാണ് ഈ സമയത്ത്. അതുപോലെ തന്നെ വീടുകളിലെ വായു സഞ്ചാരം ഉറപ്പാക്കണം. പിന്നീട് സീലിംഗ് ഫാൻ ഈ സമയത്ത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ടെറസിട്ട വീടാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ നിന്നുള്ള താപം അകത്തേക്ക് റേഡിയേറ്റ് ചെയ്യും. അത് ദിവസം മുഴുവൻ അതേപടി നിലനിൽക്കുകയും ചെയ്യും. അതൊരു പിന്നെ ശരീരം തണുപ്പിക്കാനായിട്ടുള്ള, ആന്തരികമായി തണുപ്പിക്കാനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ജലം തുടർച്ചയായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. ദാഹമില്ലെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കുക. സംഭാരം ഇളനീര്, കഞ്ഞിവെള്ളം, ഉപ്പിട്ട കഞ്ഞിവെള്ളം, അതായത് നേർപ്പിച്ച ഉപ്പിട്ട കഞ്ഞിവെള്ളം നല്ലതാണ്. അപ്പോൾ അത് അത്തരത്തിലുള്ള ആന്തരികമായിട്ട്. പിന്നെ സവാള ഇനത്തിൽപ്പെട്ട ആഹാര സാധനങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആന്തരികമായ താപം കുറയും. പിന്നെ നമുക്കിവിടെ വളരെ അബണ്ടന്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസാക്കി കുടിക്കുക എന്നുള്ളതാണ്. അതിന്റെ ജ്യൂസാക്കി അത് നേർപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ആന്തരികമായ താപം കുറയും. സൂര്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയും ഗണ്യമായിട്ട് കുറയും. അത് പുറത്ത് പണിയെടുക്കുന്നവർ ഇത് ചെയ്യേണ്ടതാണ്. സവാളയും ചെറിയ ഉള്ളിയും അതുപോലെ പച്ചമാങ്ങയും കഴിക്കണം. രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ അല്പമെങ്കിലും സൂര്യാഘാതം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറയും. പക്ഷെ സൂര്യാതപം ഇതുകൊണ്ട് കുറയില്ല. സൂര്യാതപം എന്ന് പറയുന്നത് സൺബേൺ ആണ്. നേരിട്ട് തൊലിപുറമെ പൊള്ളലേൽക്കുന്നതാണ്. അത് വെയിലേൽക്കാതിരിക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പുറം ജോലികൾ ചെയ്യുന്നവർ 11-നും 3-നും ഇടയ്ക്കുള്ള സമയത്ത് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അവരുടെ ജോലി സമയം ക്രമീകരിക്കുകയാണ് വേണ്ടത്. ഒന്നുകിൽ 11 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ 3 മണിക്ക് ശേഷമോ ജോലി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്പം ബ്രൗൺ നിറമുള്ള ആളുകൾക്ക്, അതായത് മെലനിൻ പിഗ്മെന്റ് കൂടുതലുള്ള ആളുകൾക്ക് അല്പം സംരക്ഷണമുണ്ട് ഈ സൂര്യകിരണങ്ങളിൽ നിന്നും. കാരണം അവർക്ക് ഇതിന്റെ ആഘാതം കുറവായിരിക്കും. പക്ഷെ ഒരു ലൈറ്റായിട്ടുള്ള ചർമ്മത്തിന്റെ നിറമുള്ളവർക്ക് ഇത് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു പ്രശ്നം ഇപ്പോൾ ധാരാളമായി വ്യാപകമായ രീതിയിൽ കണ്ടുവന്ന എയർ കണ്ടീഷണർ ഉപയോഗമാണ്. എയർ കണ്ടീഷണറുകൾ 17 എന്നൊക്കെ പറയുന്ന 17 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. ഈ 17 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് 40-41 ഡിഗ്രി അനുഭവിക്കുന്ന താപത്തിലേക്കാണ്. ശാരീരികമായിട്ട് വലിയ ആഘാതം വരുത്തി വെക്കുന്നതാണ്. അത് ഉഷ്ണാഘാതം, ഹീറ്റ് സ്ട്രെസ് കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണത്. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം എയർ കണ്ടീഷണർ ഉപയോഗിക്കുക. പക്ഷേ
അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പെട്ടെന്ന് തന്നെ വെയിലത്ത് പോയി മറ്റു കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ശരീരത്തിന് അത് ഒരു സന്തുലനം പ്രാപിക്കാനായിട്ടുള്ള സമയം കൊടുക്കണം. നനഞ്ഞ തുണി കൊണ്ട് ശരീരം തുടയ്ക്കണം. പ്രത്യേകിച്ച് പണിയെടുക്കുന്നവരും ഉള്ളിലുള്ളവരും നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കണം. അതുപോലെ തന്നെ കുളി അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എപ്പോഴും എല്ലാവർക്കും തുടർച്ചയായിട്ട് കുളിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നനഞ്ഞ തുണിയാണ് ഏറ്റവും നല്ലത്. ഈ ഓട്ടോ ഡ്രൈവർമാരും ട്രാഫിക് പോലീസുകാരും പുറമെ പണിയെടുക്കുന്ന ആളുകളുമൊക്കെ ഈ നനഞ്ഞ തുണി കൈ കരുതിക്കൊണ്ട് തുടയ്ക്കുക എന്നുള്ളതാണ്. പുറത്ത് യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തൂവാലയിൽ വെള്ളമെടുത്ത് കൈ തുടച്ചാലും മതി. കൈകൾ രണ്ടും തുടച്ചാൽ തന്നെ വലിയൊരു ആശ്വാസം കിട്ടും. മുഖവും കൈയും തുടച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല ആശ്വാസം കിട്ടും. അപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ശരീരം ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. അത് ഈ ഈ ഈർപ്പം കൂടുന്നത് കൊണ്ടാണ്. ഹ്യൂമിഡിറ്റി അന്തരീക്ഷത്തിൽ കൂടുന്നു. ഇപ്പൊ 90% ഹ്യൂമിഡിറ്റി വന്നു കഴിഞ്ഞാൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 30-31 ആവും. ആ സമയത്ത് ശരീരം ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥ ഉണ്ടാവും. വേർക്കാതെ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതിൽ നിന്നും ഒരു മോചനം നേടാനായിട്ട് ഈ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുകയോ അല്ലെങ്കിൽ കൈമുട്ടിന് താഴെ ഉള്ള ഭാഗം കഴുകി മുഖവും കഴുകി കഴിഞ്ഞാൽ നല്ല ഒരു താപനില സന്തുലനം പ്രാപിക്കാനായിട്ട് സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതുപോലെ കുട്ടികളും രോഗികളും അതുപോലെ തന്നെ ഈ പ്രായമേറിയവരുമൊക്കെ ഈ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവരുടെ ചർമ്മത്തിന് ഇത് താങ്ങാൻ പറ്റില്ല, അതുപോലെ ശരീരത്തിനും താങ്ങാൻ പറ്റില്ല. അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർ, പ്രമേഹം, BP, അതുപോലെ ഹൃദ്രോഗമൊക്കെ ഉള്ളവർക്ക് ഇത് ശരിക്കും അപകടകരമായ ഒരു അവസ്ഥയാണ്. രക്തത്തിന്റെ കട്ടി കൂടും. കാരണം ഈ ഡീഹൈഡ്രേഷൻ പെട്ടെന്നുണ്ടായിട്ട് നിർജ്ജലീകരണം ഉണ്ടായിട്ട് രക്തത്തിന്റെ കട്ടി കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിനു വേണ്ടി ചെയ്യാവുന്ന ഒരേ ഒരു പോംവഴി. അതെല്ലാവരും പാലിക്കുക. ഈ കാലഘട്ടം നമുക്ക് കടന്നുപോയാൽ മതിയാകത്തുള്ളൂ. ഒരു 2.5 ആഴ്ച 3 ആഴ്ച ഈ രീതിയിൽ തന്നെ തുടരുമെന്നുള്ള ഒരു സൂചനയാണ് ഉള്ളത്. ഇടയ്ക്ക് വേനൽ മഴ പെയ്തു കഴിഞ്ഞാൽ അല്പം ആശ്വാസം കിട്ടും. പക്ഷെ അതൊന്നും ഈ ഈർപ്പത്തെ തടഞ്ഞു നിർത്തുന്നില്ല. ഉഷ്ണാഘാതം തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഇക്കുറി പറയാനുള്ളത്, ഇത്തവണത്തെ മൺസൂൺ എന്ന് പറയുന്നത് ഇടവിട്ട് ചൂടും മഴയും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സംജാതമാകാൻ പോകുന്നത്. അതുപോലെ തന്നെ മൺസൂണിന്റെ തീവ്രമായ ഘട്ടം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴ 2024 പെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഇത്തരത്തിലുള്ള മഴ ഉണ്ടായപ്പോഴാണ് വയനാട് ദുരന്തം ഉണ്ടായത്, ചൂരൽമല. അതുപോലെ തന്നെ അതിനു മുമ്പ് നമ്മുടെ കൂട്ടിക്കൽ പോലെയുള്ള സ്ഥലങ്ങളിലും ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് മഴ പെയ്തു മാറുന്ന അവസ്ഥ, തീവ്രമായ മഴ. അപ്പൊ ആ ഒരു അവസ്ഥ ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇതിന്റെ തീവ്രത കൂടുതലായി കാണാൻ സാധ്യതയുള്ളത്. പസഫിക്കിലെ എൽനിനോ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ സൂചനകൾ. അങ്ങനെയെങ്കിൽ മഴക്കുറവ് നമ്മൾ പ്രതീക്ഷിക്കണം ഈ വർഷം. ഏതായാലും നമുക്ക് ഈ ഒരു അവസ്ഥയെ തരണം ചെയ്തേ മതിയാകത്തുള്ളൂ. ഓരോരുത്തരും മുൻകരുതലുകൾ എടുക്കുക. ഇത് ബോധവൽക്കരണം സ്വന്തം ചുറ്റുപാടുമുള്ളവരോടും ഒക്കെ ഇതേക്കുറിച്ച് പറയുക. അങ്ങനെ മാത്രമേ നമുക്കിത് തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഡോക്ടർ, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കനത്ത ചൂട് തന്നെ തുടരുന്ന സാഹചര്യത്തിൽ മറ്റന്നാൾ മുതൽ ഒരു വേനൽ മഴയ്ക്കുള്ളൊരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു കനത്ത ചൂടിനെ ഇപ്പോൾ ഈ അന്തരീക്ഷം തണുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടോ? ഈ ഒരു വേനൽ മഴ ലഭിച്ചാൽ ഇപ്പോൾ പലയിടങ്ങളിലും ഇന്നലെ അടക്കം വേനൽ മഴ ഉണ്ടായിരുന്നുവെങ്കിലും അതും ഒരു നാശനഷ്ടത്തിലേക്കടക്കം, ഈ ഒരു മരം ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്കടക്കം കടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു കനത്ത മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ഈ അന്തരീക്ഷത്തെ തണുപ്പിക്കാനുള്ളൊരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി, ഒരു സെൽഫ് ലോക്ക്ഡൌൺ എന്നൊരു സാഹചര്യത്തിലേക്ക് അടക്കം നമ്മൾ കടക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്കാണോ ഇപ്പോൾ ഈ പോകുന്നത്? നമ്മളിപ്പോ അധികം പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ സമയങ്ങളിൽ. 11-നും 3-നും ഇടയ്ക്കുള്ള സമയങ്ങൾ, പ്രത്യേകിച്ച് ഒരു 10:30-ക്കും 3:30-ക്കും ഇടയ്ക്ക് പുറത്തിറങ്ങാൻ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം പുറത്തിറങ്ങുക. ഇറങ്ങുകയാണെങ്കിൽ തന്നെ കൊട പിടിക്കുക. അതുപോലെ തന്നെ ഈ അയഞ്ഞ വസ്ത്രങ്ങൾ, കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട്. കൈയും കാലും ഒക്കെ, പ്രത്യേകിച്ച് കൈകളിലും പുറത്തുമൊക്കെയാണ്, ഈ കഴുത്തിലൊക്കെയാണ് ഇതിന്റെ ഒരു ആഘാതം കൂടുതലായിട്ട്, ചിലപ്പോൾ മുഖത്തും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകണം. കാരണം ഇതൊരു ഇനിയിപ്പോ തുടർച്ചയായിട്ടുള്ള ഒരു അടുത്ത
ഈ ഒരു കാലയളവില് ഒരു കാലാവസ്ഥ മാറ്റത്തിന്റെ ഒരു സൂചനയാണ്. കേരളത്തിലെ കാലാവസ്ഥ ഈ രീതിയിലുള്ള ഉഷ്ണ മേഖലയിലെ തീവ്ര ഉഷ്ണ ഒരു ആഘാതം ഉണ്ടാകുന്ന ഒരു മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു കാര്യം ട്രോപ്പിക്കൽ നൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കൂടെ ഉണ്ട്. അതായത് ഉഷ്ണരാവുകൾ, രാത്രിയിലും ഉഷ്ണമാണ്. 1 മണിക്ക് നോക്കിയാലും 29 ഡിഗ്രി 30 ഡിഗ്രി ഒക്കെ ആയിട്ട് കാണാം. വീടുകളിൽ ആ സമയത്ത് താപം കൂടും. കാരണം പകൽ മുഴുവനും ഈ സൂര്യന്റെ വികിരണം ആഗിരണം ചെയ്തിട്ട് അത് രാത്രി മൊത്തം അകത്തേക്ക് വികിരണം ചെയ്യാണ് ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളും മറ്റുമൊക്കെ. അപ്പൊ അത് നമ്മളിപ്പോ കേരളത്തിലെ പരമ്പരാഗത രീതിയിലുള്ള നിർമ്മാണമെല്ലാം മാറ്റി, ഓടും അതുപോലെ എയർ ഹോൾസ് ഉള്ള തട്ടും മച്ചും ഒക്കെ അതൊന്നും ഇല്ല ഇപ്പോ. അതിന് പകരം പരന്ന കോൺക്രീറ്റ് വെച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇത് റിഫ്ലക്ട് ചെയ്ത് കളയാനായിട്ട് ഷീറ്റുകളും വെച്ചിട്ടുണ്ട്. ഷീറ്റുകൾ വെക്കുക എന്ന് പറയുന്നത് സൂര്യപ്രകാശം അടിക്കുന്നത് റിഫ്ലക്ട് ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. അതും ഒരു അന്തരീക്ഷത്തിന്റെ ചൂട് കൂടാനായിട്ടുള്ള ഒരു കാരണമാണ്. വീടുകൾ വെക്കുന്നവർ ഉടൻ തന്നെ അതിന്റെ പുറത്ത് ഷീറ്റിടും എന്ന് പറയുന്നത് അത് പ്രതിഫലിച്ചു പോകാൻ വേണ്ടിയാണ്. പ്രതിഫലിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അത് അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓരോ ഡിഗ്രി അന്തരീക്ഷത്തിന്റെ ചൂട് വർദ്ധിക്കുന്നതോറും അതിന്റെ ഈർപ്പം വഹിക്കാനുള്ള ശേഷിയും വർദ്ധിക്കുകയാണ്. പിന്നെ കാറ്റിന്റെ കുറവുണ്ട്. അറബിക്കടലിൽ നിന്നുള്ള കാറ്റില്ല, ഇപ്പൊ വളരെ കുറവാണ്. കാരണം അറബിക്കടലും കരയും തമ്മിലുള്ള താപനിലയിലെ വ്യത്യാസം വളരെ കുറവാണ്. അറബിക്കടൽ 30 ഡിഗ്രി 31 ഡിഗ്രി ആയിരിക്കുമ്പോൾ ഇവിടെ അത് തീരദേശത്ത് അത് തന്നെയാണ് സ്ഥിതി. 30-31 രാത്രിയായാലും കാറ്റില്ല. വളരെ ചെറിയൊരു വ്യത്യാസം, വളരെ ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ഇവ തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ഇങ്ങോട്ട് കാറ്റ് വരികയും മേഘങ്ങൾ ഇങ്ങോട്ട് വരികയും അങ്ങനെ മഴ പെയ്യുകയും ചെയ്യുന്നത്. പക്ഷെ അത് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നില്ല. കാറ്റിന്റെ അഭാവമുണ്ട്. ഇപ്പൊ കുറച്ച് വർഷം, കഴിഞ്ഞ വർഷം കാറ്റുണ്ടായിരുന്നു. പക്ഷെ അതിന് മുൻപത്തെ വർഷം 24 കാറ്റിന്റെ ഗണ്യമായ കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് അതിഭയങ്കരമായ ചൂട് അനുഭവപ്പെട്ടത്. അതേ അവസ്ഥ അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടി തീവ്രമായ അവസ്ഥയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്. ശാസ്ത്ര നിരീക്ഷകൻ രാജഗോപാൽ കമ്മത്താണ് നമ്മളോടൊപ്പം ചേർന്നത്. ഈ ഒരു കനത്ത ചൂടിന്റെ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് അദ്ദേഹവും പറയുകയുണ്ടായിരുന്നത്. ഈ ഒരു പുറത്തിറങ്ങുമ്പോഴടക്കം പരമാവധി ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ പരമാവധി പുറത്തിറങ്ങാതെ നേരിട്ട് ശരീരത്തിൽ സൂര്യന്റെ പ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നിർജ്ജലീകരണം തടയാനായി ധാരാളം വെള്ളം കുടിക്കുക, ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുക, ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങളടക്കം ധരിക്കാതിരിക്കുക, അഴിഞ്ഞ വസ്ത്രങ്ങളടക്കം ധരിക്കുക എന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് അദ്ദേഹം നൽകിയത്.